അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു അന്ധന്റെ വിലാപം ഉദ്ധരിക്കുന്നുണ്ട്. നാളെ മഹ്ശറിൽ വെച്ച് അവൻ വിലപിക്കുകയാണ്. നോക്കൂ, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 124 മുതൽ 126 വരെയുള്ള വചനങ്ങളിലാണ് അള്ളാഹു ഈ ഒരു ഭാഗം ഉദ്ധരിക്കുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അവനെ നാം ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അപ്പോൾ അവൻ ചോദിക്കുകയാണ് വളരെ സങ്കടത്തോടെ, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുന്തു ബസ്വീറ. എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, നീ എന്തിനാണ് എന്നെ അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത്? ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ ദുനിയാവിൽ വെച്ച്. പിന്നെ എനിക്കെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ റബ്ബേ എന്നവൻ പറയുകയാണ്. ഇത് വല്ലാത്തൊരു വിലാപമാണ്. അപ്പോൾ അള്ളാഹു അതിന് കൊടുക്കുന്ന മറുപടി വളരെ വ്യക്തമാണ്. ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസ. അങ്ങനെ തന്നെയാണ്, നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയിരുന്നു, നമ്മുടെ ആയാത്തുകൾ നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു, എന്നിട്ട് നീ അത് മറന്നു കളഞ്ഞു, നീ അതിനെ കണ്ടതായി ഭാവിച്ചില്ല. അതുപോലെ ഇന്ന് നീയും വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു അവനോട് പറയുകയാണ്. അവൻ നിരാശപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മളൊക്കെയാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളോട് പുറംതിരിഞ്ഞു നിന്നവർ, അതിനെ ഗൗരവതരമായി എടുക്കാതെ നിസ്സാരമായി കണ്ടവർ, നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചവർ, നിഷിദ്ധമായ വരുമാന മാർഗങ്ങളെ അവലംബിച്ചവർ, അള്ളാഹുവിന്റെ നിർബന്ധ കൽപ്പനകളോട് അവഗണന കാണിച്ചവർ, 5 നേരത്തെ നമസ്കാരം തുടങ്ങിയ അള്ളാഹുവിന്റെ നിർബന്ധ കൽപ്പനകളോട് പുറംതിരിഞ്ഞു നിന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇതിൽ വരും. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനും അതിനോടുള്ള കടമകളെയും അവഗണിച്ച ആളുകൾ, ഖുർആനിന്റെ പഠനം, ഖുർആനിന്റെ പാരായണം, വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം, ഇതിനോടെല്ലാം പുറംതിരിഞ്ഞു നിന്ന ആളുകൾ, ഇവരെല്ലാം ഈ ഒരു ഗണത്തിൽ വരും. ഇങ്ങനെയുള്ള ആളുകളെ നാളെ അള്ളാഹു അന്ധരായി ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും അവർ അങ്ങേയറ്റം ഖേദിക്കുമെന്നും വിലപിക്കുമെന്നും വളരെ വ്യക്തമായി ഈ വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ 124-ാം വചനത്തിന്റെ ഏതാണ്ട് പകുതി ഭാഗത്ത് നോദിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അവനെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അന്ധനായി കൊണ്ടുവരുന്നതാണ്. ആ ആയത്തിന്റെ ആരംഭത്തിൽ അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണത്. വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. എന്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് നാം നൽകുക. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവനെ നാം അന്ധനായി കൊണ്ടുവരുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ വമൻ അറദ അൻ ദിക്രി, എന്റെ ആയത്തുകളെ, ഉത്ബോധനങ്ങളെ വിട്ട് തിരിഞ്ഞു കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമായും അള്ളാഹുവിന്റെ വചനങ്ങളെ, വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. അവർക്ക് ഇടുങ്ങിയ ജീവിതം കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ തന്റെ തഫ്സീറിൽ അതിന് ചില വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്നിങ്ങനെയാണ്: അങ്ങനെ ഉള്ള ആളുകൾ ഐ ഫിദ്ദുന്യ ഫലാ തുമഇനീനത ലഹു വലൻശിറാഹ ലിസ്വദ്രിഹി ബൽ സ്വദ്റുഹു ദയ്യിഖുൻ. ഇങ്ങനെയുള്ള ആളുകളെ അവരുടെ ജീവിതത്തിൽ, ദുനിയാവിൽ അവർക്ക് യാതൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടുകയില്ല. അവർക്ക് ഹൃദയവിശാലത ലഭിക്കില്ല. അവരുടെ ഹൃദയം എപ്പോഴും ഇടുങ്ങിയതായിരിക്കും, കുടുങ്ങിയതായിരിക്കും എന്നതാണ്. രണ്ടാമത് ഈ വചനത്തിന്, അതായത് ഫഇന്ന ലഹു മഈശതൻ ദൻക എന്നതിന് നൽകിയ മറ്റൊരു തഫ്സീർ, പണം എത്ര കിട്ടിയാലും അവൻ അതൊരിക്കലും നല്ലതിന് ഉപകാരപ്പെടില്ല എന്നുള്ളതാണ്. മൂന്നാമത് ഖബറിന്റെ ഇടുക്കവും ശിക്ഷയുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതരുണ്ട്. നാലാമത്തത് നരക ജീവിതത്തിലെ ഇടുങ്ങിയ അവസ്ഥയും ശിക്ഷയുമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ, അള്ളാഹുവിന്റെ വചനങ്ങളെ അവഗണിച്ചവർ, അതിനോട് പുറംതിരിഞ്ഞു നിന്നവർ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ നിസാരമാക്കിയവർ, നിഷിദ്ധ മാർഗങ്ങളിലൂടെ യാതൊരു ലജ്ജയുമില്ലാതെ സഞ്ചരിച്ചവർ, ഹറാമാണെന്നറിഞ്ഞിട്ടും നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുത്തവർ, ഇത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ധരായി നാളെ മഹ്ശറിൽ കൊണ്ടുവരികയാണ്.
ആ സമയത്താണ് ഇവർ ചോദിക്കുന്നത്, ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ, അല്ലാഹു എന്തിനാണ് എന്നെ അന്ധനായി നീ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്, എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ എന്ന്. അല്ലാഹു ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദീനിന്റെ ഋജുവായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.